ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ എന്തൊക്കെ ചെയ്തതെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ബേസിക്കലി ഞാൻ ഒരു ഹോം ബേക്കറാണ്. അപ്പോൾ എന്നോട് കുറേ പേര് എൻ്റെ വാനില സ്പഞ്ചിൻ്റെയും ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെയും റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ളാകുന്ന രീതിയിൽ ഞാൻ എൻ്റെ റെസിപ്പി കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പഴമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞാൻ നേരെ എൻ്റെ കേക്കിൻ്റെ പണിയിലേക്ക് അങ്ങോട്ട് പോയി. അപ്പോൾ ഇതൊരു 1/2 kg കേക്കിൻ്റെ ബാറ്ററാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് 2 മുട്ട, 1/2 ടീസ്പൂൺ വാനില എസൻസ്, കുറച്ച് ഉപ്പ്, 1/2 കപ്പ് പൗഡർഡ് ഷുഗർ, ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഞാൻ സാധാരണ എൻ്റെ കേക്ക് ഉണ്ടാക്കുമ്പം പൗഡർഡ് ഷുഗറാണ് യൂസ് ചെയ്യുക. സാധാ ഷുഗറും യൂസ് ചെയ്യാം, പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് പൗഡർഡ് ഷുഗറാണ്. അപ്പം നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഫ്ലഫി ആവുന്നത് വരെ ബീറ്റ് ചെയ്യണം. ബീറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ആദ്യം തന്നെ ഹൈ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല. ലോ ടു ഹൈ അങ്ങനെയാണ് നമ്മൾ ബീറ്റ് ചെയ്യേണ്ടത്. 1 2 3 ആ ഒരു ഓർഡറിലാണ് നമ്മൾ ബീറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കുക. അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് ബീറ്റേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. 3 പ്രാവശ്യമെങ്കിലും നമ്മളിത് അരിച്ചെടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടൂ. അപ്പം ഇതിനായിട്ട് 1/2 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും. വാനില സ്പഞ്ചാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് ബേക്കിംഗ് സോഡേൻ്റെ ആവശ്യം വാനില കേക്കിനില്ല. അപ്പോൾ ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്തിട്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പാലെടുക്കുമ്പം ശ്രദ്ധിക്കണം, റൂം ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കണം. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പം ഏതൊരു സാധനം എടുക്കുമ്പോഴും അത് റൂം ടെമ്പറേച്ചർ തന്നെ ആയിരിക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഇതിന് പറയുന്ന പേരാണ് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ്. ഇത് കൂടെ നമ്മൾ ലാസ്റ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ നമ്മൾ കേക്ക് നല്ല രീതിയിൽ നമുക്ക് കിട്ടൂ. അപ്പം ഇതും കൂടി ചെയ്തിട്ട് നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്ന ടിന്നിൽ ഇത് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഇങ്ങനെ ഒരു സ്ക്രൂവർ വെച്ചിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കണം. എന്നാൽ ഈ എയർ ബബിൾസ് ഒന്നും ഇല്ലാണ്ട് നല്ല സ്പഞ്ചായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ ഇതിങ്ങനെ ടാപ്പ് ചെയ്തും കൊടുക്കുക. അങ്ങനെ ഇത് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. ഓക്കെ, അപ്പം നമ്മൾ കേക്ക് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനൊരു പരന്ന പാത്രത്തിൽ ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇത്ര തിക്നെസ് കിട്ടിയത്. ഇത് നമ്മൾ കുറച്ച് ഹൈറ്റുള്ള പാത്രത്തിലാണ് ചെയ്തിനെങ്കിൽ നമുക്ക് നല്ല ഹൈറ്റോടെ തന്നെ കിട്ടും. എനിക്ക് ഇത്രയും ഹൈറ്റ് ആവശ്യമുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടിന്നിൽ ചെയ്തത്. അപ്പം അടിയിലുള്ള ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. ഇതൊക്കെ ചെയ്യുമ്പം കേക്ക് നല്ല കൂളായിരിക്കണം, എന്നാൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ. ചൂടോടെ ഇതൊന്നും ചെയ്യാൻ പാടില്ല. അപ്പം ഇതിപ്പം നമ്മൾ ഓവനിലാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ മേലത്തെ ഭാഗം നല്ല ബ്രൗൺ കളറായിട്ട് തന്നെ ഉണ്ടാവും, നല്ല ഗോൾഡൻ ബ്രൗൺ കളർ. ഞാനിത് സ്റ്റൗ ടോപ്പിൽ ചെയ്തുകൊണ്ടാണ് എനിക്ക് ടോപ്പ് ഭാഗം ഇങ്ങനെ, ഞാൻ കൂടുതലും സ്റ്റൗ ടോപ്പിലാണ് കേക്ക് ചെയ്യാറ്. അപ്പം ഇതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരു ചോക്ലേറ്റ് സ്പഞ്ചും കൂടെ കാണിക്കുന്നുണ്ട്. സെയിം എമൗണ്ട് തന്നെയാണ്, പക്ഷേ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ മാത്രം വ്യത്യാസമുണ്ട്. അപ്പം അതിനായിട്ട് 1/2 കപ്പ് മൈദയിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ട് 2 ടേബിൾ സ്പൂൺ അതിലേക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്യുക. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് അരിച്ചെടുക്കുക. അപ്പോൾ അതും നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്കായിട്ട് ചേർത്ത് കൊടുക്കുക. ഞാൻ ചോക്ലേറ്റ് കേക്കിൽ പാലല്ല യൂസ് ചെയ്യുക, ഞാൻ കോഫിയാണ് യൂസ് ചെയ്യുക. ഓപ്ഷനിലാണ്, പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് കോഫിയാണ്. എന്നാൽ കോഫി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചോക്ലേറ്റ് കേക്കിന് നല്ലൊരു ചോക്ലേറ്റി ഫ്ലേവർ നല്ല പോലെ കിട്ടും. അതുകൊണ്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് കോഫി തന്നെയാണ്. അപ്പോൾ കോഫീൻ്റെ അളവ് എന്ന് പറയുന്നത് 1/2 kg ബാറ്ററിൽ 1/2 ടീസ്പൂൺ കോഫിയിലേക്ക് 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം അതിൽ മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ചേർക്കാറ്. അത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇടയ്ക്കിടയ്ക്കായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഇടയ്ക്കിടയ്ക്കായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പതിയെ ചെയ്യാൻ പാടുള്ളൂ, സ്പീഡിൽ ചെയ്യാൻ പാടില്ല. അപ്പോൾ നല്ല രീതിയിലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ പറയുന്ന കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് ചെയ്യുക ലാസ്റ്റ്. ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് കേക്കിന്.
ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലേക്ക് ഈ ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പം അങ്ങനെ എല്ലാ ബാറ്ററും ടിന്നിലേക്ക് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്യാൻ വെക്കാം. അങ്ങനെ കേക്ക് ഇവിടെ റെഡിയായി. അപ്പോൾ ഇതാണ് ചോക്ലേറ്റ് സ്പഞ്ച്. അപ്പം ഇതും അതുപോലെ തന്നെ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ ചെയ്തുകൊണ്ടാണ് എനിക്ക് മേലത്തെ ഭാഗം ഇതേപോലെ കിട്ടിയത്. ഓവനിലാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മേലത്തെ ഭാഗം നല്ലൊരു വൃത്തിയിൽ കിട്ടും. ഇതുപോലെ അല്ലാണ്ട് നല്ലൊരു ബ്രൗണിഷ് കളറായിട്ട് കിട്ടും. കേക്കൊക്കെ ചെയ്തതിന് ശേഷം അങ്ങനെ ഒരു ഈവനിങ് ഒക്കെ ആയപ്പം ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ ഒന്ന് ടൗണിലേക്ക് ഇറങ്ങി. നാളെ നമ്മുടെ ഇത്താത്തൻ്റെ മോളെ ബർത്ത്ഡേ ആണ്. ശരിക്കും ഞാൻ അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ കേക്ക് ഉണ്ടാക്കിയത്. അപ്പം അവൾക്ക് കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ബൊക്കെയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ അനിയത്തിയും കൂടെ ക്രാഫ്റ്റ് ഷോപ്പിൽ പോയതാണ്. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ കണ്ട് അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങി. അപ്പോൾ യൂണിക്കോൺ തീമാണ് അവളെ ബർത്ത്ഡേ കേക്കും എല്ലാം ഇത്താത്ത പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കുറച്ച് ലേറ്റായി. അപ്പം ഞാൻ അവൾക്ക് വേണ്ടി ഉണ്ടാക്കിയ കേക്കും ബൊക്കയും ഒക്കെ ഞാൻ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഡേ ഇവിടെ എത്തിയിരുന്നു.